ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണിന്നും എന്റെ സർവസ്വം. അങ്ങേപ്പോലെൻ ദൈവമില്ലാരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ,
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. നാം ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്നും നോഹ ദൈവത്തോടുകൂടെ നടന്നും എന്ന് ഉള്ളതായ തിരുവചന ഭാഗങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ നടക്കുന്നത് എങ്ങനെയെന്ന് എഫേസ്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിച്ചു വരികയായിരുന്നു. ദൈവത്തോട് നടക്കുവാൻ നാം ആഗ്രഹിക്കണം. ദൈവത്തോട് നടക്കണമെങ്കിൽ നാം എങ്ങനെയെല്ലാമാണ് നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി വേദപുസ്തകം നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ നടക്കേണ്ടത്, എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത്, എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, എൻ്റെ ജീവിത പാതകളെ ഞാൻ എങ്ങനെ വഴിതിരിച്ച് വിടേണ്ടിയിരിക്കുന്നു, ഇമാതിരി കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ പ്രസ്താവനകൾ ഈ തിരുവചനത്തിൽ നമ്മുടെ ഈ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ചിലപ്പോൾ കാണാറുണ്ട് ചില സാധനങ്ങൾ, പ്രത്യേകിച്ച് മരുന്നുകൾ, അതല്ലെങ്കിൽ ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കും ഫോർ ബെസ്റ്റ് റിസൾട്ട്സ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ മാനുഫാക്ചറർ. ഈ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുവാൻ ഈ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ല ഫലം കിട്ടുവാൻ ഫോർ ബെസ്റ്റ് റിസൾട്ട്സ് ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി മാനുഫാക്ചറർ. നിർമ്മാതാവിൻ്റെ നിർദ്ദേശങ്ങൾ വ്യക്തമായിട്ടും പാലിക്കുക എന്ന്, വ്യക്തമായിട്ടും അനുസരിക്കുക എന്ന്. നമുക്ക് നമ്മുടെ ജീവിതം ഏറ്റവും നന്നായി നിർവഹിക്കുവാൻ, ഏറ്റവും ഭംഗിയായി നയിച്ചുകൊണ്ട് പോകുവാൻ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുവചനം നാം അനുസരിക്കുകയും ആചരിക്കുകയും ചെയ്യുകയാണ് ഒരേ ഒരു പോംവഴി. യേശുക്രിസ്തുവിൻ്റെ തിരുവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തിയാൽ ബെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഏതെല്ലാം രംഗങ്ങളിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ സമൂഹ ജീവിതത്തിൽ, നിങ്ങളുടെ സഭാപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ എല്ലാം ഏറ്റവും നന്നായി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. സൽഫലങ്ങൾ വിളയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ തിരുവചനം അനുശാസിക്കുന്ന പ്രകാരം ജീവിച്ചാൽ മതി. തിരുവചനത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വേദപുസ്തകം വാസ്തവത്തിൽ ഒരു രത്നഖനിയാണ്. നാം ഖനനം ചെയ്ത് ആഴത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വളരെ ശക്തമായ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നു, വളരെ വ്യക്തമായ പാഠങ്ങൾ ലഭിക്കുന്നു, വ്യക്തമായ അനുഭവ പാഠങ്ങൾ കിട്ടുന്നു, വ്യക്തമായ അനുശാസനങ്ങൾ ലഭിക്കുന്നു. അവ നാം അനുസരിച്ചാൽ മതി, നാം അത് പാലിച്ചു പോയാൽ മതി. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്നത്, ഒന്ന്, വർക്ക് ഇൻ യൂണിറ്റി, ഐക്യത്തിൽ നടക്കുവീൻ. ദൈവത്തോട് നടക്കുന്നവൻ ഐക്യത്തിൽ നടക്കും. രണ്ട്, വർക്ക് ഇൻ പ്യൂരിറ്റി, നാം വിശുദ്ധിയിൽ നടക്കണം. ദൈവത്തോട് നടക്കുന്നുവെങ്കിൽ വിശുദ്ധിയിൽ നടക്കും. വർക്ക് ഇൻ പ്യൂരിറ്റി. ഇന്ന് നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ്, വർക്ക് ഇൻ ഹാർമണി. നാം സാമഞ്ജസ്യത്തിൽ നടക്കുക. ആ വാക്ക് നിങ്ങൾക്കറിയാവുന്ന വാക്കല്ല. സാമഞ്ജസ്യം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരുമിപ്പ്, സ്നേഹത്തിൻ്റെ ചേർച്ച, സ്നേഹത്തിൻ്റെ ഏകതാനത എന്ന് വേണമെങ്കിൽ പറയാം. ആ വാക്കും എല്ലാവർക്കും അത്ര പരിചയമുള്ള വാക്കല്ല. ഏറ്റവും ഉചിതമായ വാക്ക് സാമഞ്ജസ്യം എന്ന വാക്കാണ്. സമഞ്ജസമായ, സമ്പൂർണമായി സ്നേഹത്തിൽ ഇഴുകിച്ചേരുന്ന അനുഭവം, സ്നേഹത്തിൽ ഒന്നിക്കുന്ന അനുഭവം, സ്നേഹത്തിൽ ചേർന്ന് വരുന്ന ഒരുമിപ്പിൻ്റെ അനുഭവം. ഏകതാനത എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. വാക്ക് ഏതെന്നുള്ളതല്ല, വാക്ക് ഇൻ ഹാർമണി. നാം ഹാർമണി ഉള്ളവരായി ജീവിക്കുക.
ഹാർമണി പുലർത്തുന്നവരായി ജീവിക്കുക. ഈ സ്നേഹത്തിൻ്റെ ഐക്യം, സ്നേഹത്തിൻ്റെ ഒരു മനസ്സ്, അത് ഏതെല്ലാം രംഗങ്ങളിലാണ് വേണ്ടത് എന്ന് വളരെ വിശദമായി എഫ് ലേഖനം തരുന്നുണ്ട്. എഫ് ലേഖനത്തിൽ മാത്രമല്ല, കൊലോസ് ലേഖനത്തിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, വ്യക്തമായ ദൈവിക പ്രമാണങ്ങൾ. തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ചും തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം അവസാനത്തെ അധ്യായത്തിൽ. പൊതുവിൽ പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ കിട്ടുന്നുണ്ട്. ഇത് ഓരോന്നും നാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഒരു കുടുംബം ആ ഏകതാനതയിൽ പോകുവാൻ എങ്ങനെയാണ് പുലരേണ്ടത് എന്ന് കൃത്യമായി തരുന്നുണ്ട് നിർദ്ദേശങ്ങൾ. നമുക്ക് ചിലത് വായിക്കാം. എങ്ങനെയാണ് ഒരു കുടുംബം കെട്ടിപ്പടുക്കേണ്ടത്? ഭാര്യയും ഭർത്താവും സ്നേഹമായും ഐക്യമായും ജീവിക്കുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും സ്നേഹം നിറഞ്ഞ, ഐക്യദാർഢ്യമുള്ള, സ്നേഹത്തിൻ്റെ ഊഷ്മളത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഹൃദയത്തെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന ആ മനോഭാവമെങ്കിൽ തീർച്ചയായും മക്കൾ വഴിതെറ്റിപ്പോവുകയില്ല, മക്കൾ നാനാവിധമായി പോവുകയില്ല, മക്കളെ ഓർത്ത് നിങ്ങൾ നെടുവീർപ്പിടേണ്ടി വരികയില്ല. ഇന്ന് അനേകം കുടുംബങ്ങളിലും മക്കളെ ഓർത്തുള്ളതായ ദുഃഖവും വ്യസനവും വലിയ നൈരാശ്യവും മാതാപിതാക്കളെ ബാധിച്ചിരിക്കുന്നത് കാണാം. മക്കൾ നാനാവിധമായി പോവുകയാണ്. മക്കൾ അനുസരണമില്ലാത്തവരായി പോകുന്നു, പഠിക്കാൻ മോശമായി തീരുന്നു, അവരുടെ ഭാവി ഇരുളടഞ്ഞു പോകുന്നു, അവരുടെ ജീവിതം തകർന്നു പോകുന്നു, അവർ സമാധാനമില്ലാത്തവരായി തീരുന്നു, അനേകം ദുശ്ശീലങ്ങൾക്ക് അടിമകളായിത്തീരുന്നു, കഞ്ചാവിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെയോ അടിമത്വത്തിൽ ആണ്ടുപോകുന്നു. മക്കൾ ജീവിതം ഏറ്റവും ഹീനമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥാന്തരങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വരുന്നു. എന്താണ് കാരണം? മറ്റാരെയും കുറ്റം പറയണ്ട, മറ്റാരെയും നാം അതിന് പഴി പറയണ്ട. ഞാൻ മലയാള മനോരമ പത്രത്തിൽ പ്രൊഫസർ ഹൃദയകുമാരി എഴുതിയ ഒരു ചെറിയ വളരെ മനോഹരമായ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. 2-3 വർഷം മുമ്പാണ് എഴുതിയത്. കുട്ടികൾ ചീത്ത സ്വഭാവമുള്ളവരായി തീർന്നാൽ ആ കുട്ടികളെയല്ല ശിക്ഷിക്കേണ്ടതെന്ന്. ചൈനയിൽ നടന്നൊരു സംഭവമാണ്. ആ ശ്രേഷ്ഠ വനിത, ആ പ്രഖ്യാതമായ ജീവിത ശ്രേണികളിൽ ഉയർന്നു വന്ന ബി ഹൃദയകുമാരി എഴുതിയിരിക്കുന്നത് ചൈനയിൽ. അവിടെ ഒരു വീട്ടിൽ എന്നും വഴക്കാണ്, എന്നും ശണ്ഠയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വഴക്കാണ്. കുറേ നാൾ അയൽവക്കത്തുള്ളവർ സഹിച്ചു. പിന്നെ ഈ അയൽവക്കത്തുള്ളവർ അത് പരാതിപ്പെട്ടു, അത് കോടതിയിലെത്തി, മജിസ്ട്രേറ്റ് ശിക്ഷ വിധിച്ചു. ഈ വഴക്ക് കൂടുന്ന ഭാര്യയെയും ഭർത്താവിനെയും അല്ല അവർ ശിക്ഷ വിധിച്ചത്. ആ ഭാര്യയും ഭർത്താവും പഠിച്ച കോളേജിൽ, പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെയും ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാതാപിതാക്കളെയും ശിക്ഷിക്കാൻ തീരുമാനിച്ചു. പഠിപ്പിച്ച അധ്യാപകരെയും അവരെ വളർത്തിയ മാതാപിതാക്കളെയും ശിക്ഷിക്കാനാണ് കോടതി ശിക്ഷിച്ചത്. ചൈനയിൽ നടന്നൊരു സംഭവമാണ്. അത് വെച്ചുകൊണ്ട് ആ മഹതി എഴുതിയിരിക്കുകയാണ്, നമ്മുടെ കുടുംബജീവിതം തകരുകയും നമ്മുടെ യുവാക്കൾ വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്നതിൻ്റെ വ്യക്തമായ കാരണം അവരെ പരിശീലിപ്പിച്ചു വന്ന സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ അതല്ലെങ്കിൽ ഭവനത്തിൻ്റെയോ ആ അന്തരീക്ഷത്തിൽ നിന്ന് അവരുടെ മേൽ വന്നതായ ഇമ്പാക്റ്റാണ്, അവരുടെ മേൽ വന്നതായ സ്വാധീനമാണ് പലരും വഴിതെറ്റിപ്പോകാൻ കാരണമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ആ സ്നേഹത്തിൻ്റെ ഏകതാനത, ആ ഹാർമണി നിലനിർത്തുക എന്നുള്ളത് വളരെ വ്യക്തമാണ്, വളരെ കൃത്യമായി നാം പാലിക്കേണ്ടതാണ്. എഫേസ്യ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? നമുക്ക് വായിക്കാം. 5-ാം അധ്യായം 22-ാം വാക്യം. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർ സ്വാഭാവികമായും ചിന്തിക്കും, കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ
ഭർത്താവ് മദ്യപിച്ച് വന്ന് ബഹളം വയ്ക്കുകയും ഒരു ചുമതലാബോധമില്ലാതെ പൈസ നാനാവിധമാക്കുകയും ചെയ്താൽ എങ്ങനെ കീഴടങ്ങും? ഉള്ളത് മുഴുവൻ വിറ്റ് മുടിച്ചാൽ എങ്ങനെ കീഴടങ്ങും? എന്നും വീട്ടിൽ ശണ്ടയും കലഹവുമാണെങ്കിൽ എങ്ങനെ കീഴടങ്ങും? അദ്ദേഹം ദുസ്വഭാവിയായി അന്യ സ്ത്രീകളുടെ കൂടെ ജീവിക്കാൻ പോകുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് കീഴടങ്ങിയിരിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇമാതിരി ദുശ്ശീലങ്ങളെല്ലാം ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധമായ സംസ്കാര മഹിമ കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് വിൻ ചെയ്തെടുക്കാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. സ്നേഹം കൊണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളൂ, തിന്മയെ ജയിക്കാനുള്ള ഒരേ ഒരായുധം സ്നേഹം മാത്രമാണ്. തിന്മയെയും ദുഷ്ടതയെയും ക്രൗര്യത്തെയും ജീവിതത്തിൻ്റെ മ്ലേച്ഛതകളെയും ജയിക്കാനുള്ള ഒരേ ഒരു പോംവഴി സ്നേഹമാണ്. അത് ഗോകുൽത്തായിൽ കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ ആ മാതൃകാ പാഠം നാം കൈക്കൊള്ളുക മാത്രമാണ് പോംവഴി. പ്രിയപ്പെട്ടവരെ, വിനയപൂർവം എത്ര ദുശ്ശീലത്തിൽ പോകുന്ന മനുഷ്യനാണെങ്കിലും സ്നേഹത്തോടെ, താഴ്മയോടെ, കാരുണ്യത്തോടെ അദ്ദേഹത്തോട് ഇടപെടാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അദ്ദേഹത്തെ നേടിയെടുക്കാൻ പറ്റും. പ്രിയ സഹോദരിമാർ, ചിന്തിച്ചു കൊള്ളണമേ, നിങ്ങളൊരു പാഠമായി ഉൾക്കൊള്ളണമേ. മദ്യപിച്ച് കൂത്താടി വരുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ തല്ലുകൊള്ളുമെന്ന് എനിക്കറിയാം. പലരും കഠിനമായ മർദ്ദനമേൽക്കുന്നു. ഒരു കാര്യവുമില്ലാതെ വേണ്ടാത്ത രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. ശരീരത്തെ മർദ്ദിക്കുന്നു. ശരീരം വേദന കൊണ്ട് പുളയുന്നു. വീടിന് അകത്തു നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് വാതിലടയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പ്രയാസങ്ങളാണ് പല കുടുംബങ്ങളിലും സ്ത്രീകൾ നേരിടുന്നത്. എങ്കിൽ പോലും സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കും. സ്നേഹം കൊണ്ട് വിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൂടി ഭർത്താവിനെയും സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കും വേണമെങ്കിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. എങ്ങനെ കീഴടങ്ങണം? കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. വീണ്ടും അടുത്ത വാക്യം. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. സഭയാകുന്ന ശരീരത്തിന് തലയായി ക്രിസ്തു ഇരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഒരു ചിന്തകൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭാര്യ ഭർത്താവിന് ഇഷ്ടം പോലെ ചവിട്ടി തേക്കാനുള്ള, ചവിട്ടി അമർത്താനുള്ള ഒരു ജീവിയല്ല. ഭർത്താവിൻ്റെ കാൽ കീഴിലല്ല അവളെ നിർത്തിയിരിക്കുന്നത്. ഭർത്താവിൻ്റെ വശത്തു നിന്നാണ് അവൾ എടുത്തത്. ആദാവിൻ്റെ വശത്ത് നിന്ന്, പാർശ്വത്തിൽ നിന്ന് ഹൗവായെ എടുത്തു ദൈവം മെനഞ്ഞു. പ്രിയപ്പെട്ടവരെ, തുല്യമായിട്ടാണ് വെച്ചത്. ഭർത്താവിൻ്റെ തലയ്ക്ക് മീതെയല്ല, തലയിൽ നിന്നല്ല എടുത്തത്. തലയ്ക്ക് മീതെയാകാൻ പാടില്ല. ഭർത്താവ് ഭാര്യയെ ചവിട്ടി തേക്കാൻ പാടില്ല, ചവിട്ടി അമർത്താൻ പാടില്ല. ഭർത്താവിൻ്റെ പാർശ്വത്തിൽ ഒരേ നിലയിലാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കണം, രണ്ടുപേരും പരസ്പരം സ്നേഹിക്കണം. ഒരാൾ ഒരാളേക്കാൾ വലുതല്ല, ഒരാളേക്കാൾ ചെറുതല്ല. ഇവിടെ കാണുന്ന എന്താണ്? ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങി ഇരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. സകലത്തിലും കീഴടങ്ങിയിരിക്കണം. വാക്ക് ഇൻ ഹാർമണി, സകലത്തിലും കീഴടങ്ങിയിരിക്കണം. വാഗ്വാദങ്ങളുള്ള ഭവനങ്ങളുണ്ട്. ഉറക്കറയിൽ തർക്കം. എന്താണ് കാരണം? ചേർച്ചയില്ല, ഐക്യമില്ല, വാഗ്വാദമാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ രണ്ട് പറഞ്ഞിരിക്കും, പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ പോരായ്മയാണ് പോലും. ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ കുടുംബത്തിൽ ഈ സാമഞ്ജസ്യത്തിൽ, ഏകദാനതയിൽ, സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നിങ്ങളുടെ കുടുംബജീവിതം പുലർത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു പുതിയ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വേദപുസ്തക പ്രകാരം കൃത്യമായി ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം.
2, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. 3, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം ഒടുവിലത്തെ വാക്യം നമുക്ക് വായിക്കാം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. പല കുടുംബങ്ങളിലും ഭർത്താവിനെ ഭയന്ന് കഴിയുന്ന ഭാര്യമാരുണ്ട്. കുടിച്ചിലക്കില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കഞ്ചാവിൽ കിറങ്ങി വരുമ്പോൾ എന്തൊക്കെയാണോ ഒന്ന് ചെയ്യാൻ പോകുന്നത്, ഭ്രാന്ത് പിടിച്ച് കയറി വരികയാണ്. എൻ്റെ ദൈവമേ, ഇന്ന് എനിക്ക് എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നോർത്ത് പേടിച്ച് കഴിയുന്ന ഭാര്യമാരുണ്ട്. സ്നേഹിതരെ, ഒരിക്കലും സംഭവിക്കരുതേ. ഭാര്യയെ നിങ്ങൾ സ്നേഹിച്ചു കൊള്ളുക, അത് ഞാൻ പിന്നാലെ പറഞ്ഞുകൊള്ളാം. ഭാര്യയെ നിങ്ങൾ കരുതിക്കൊള്ളുക, ഭാര്യയെ നിങ്ങൾ ആദരിച്ചു കൊള്ളുക, ഭാര്യയെ നിങ്ങൾ ബഹുമാനിച്ചു കൊള്ളുക. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. 1, ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം. 2, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. 3, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. കൊലോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, 3-ാം അധ്യായത്തിൽ പറയും, 3-ാം അധ്യായം 18-ാം വാക്യം, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. അവിടെ അല്പം കൂടി ഒരു വിശേഷ വാക്ക് ചേർത്തിട്ടുണ്ട്, ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. അരുതാത്തതായ വൃത്തികേടുകൾ ചെയ്യുവാനോ, മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുവാനോ, തിന്മയായ വഴികളിലൂടെ നടക്കുവാനോ ഒരു ഭർത്താവ് ഒരിക്കലും പറയരുതാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് ആ പാവം സ്ത്രീയെ അടിമയെപ്പോലെ പെരുമാറുവാനോ തുടങ്ങിയാൽ അതിന് പൂർണ്ണമായി കീഴടങ്ങുവാൻ വേദപുസ്തകം പറയുന്നില്ല. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം ആദ്യവാക്യങ്ങൾ വായിക്കാം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, ഭർത്താവ് ഒരുപക്ഷെ വചനം അനുസരിക്കാത്തയാളാണെങ്കിൽ പോലും ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട് അറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട് അറിഞ്ഞ് വചനം കൂടാതെ, നിങ്ങളുടെ ഉപദേശം കൂടാതെ ഭാര്യമാരുടെ നടപ്പ് കണ്ട് ചേർന്ന് വരുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ സ്വഭാവ മഹിമ കണ്ട് ഭർത്താവ് ചേർന്ന് വരുവാനിടയാകത്തക്കവണ്ണം ദൈവത്തെ ഭയന്നും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ അനുസരിച്ചും ദൈവജനത്തെ മാനിച്ചുമുള്ള നിങ്ങളുടെ ജീവിതം കണ്ട്, നിങ്ങളുടെ ഭയത്തോടുകൂടി നിർമ്മലമായ നടപ്പ്, പരിശുദ്ധമായ നടപ്പ് കണ്ട് അറിഞ്ഞ് ഭാര്യയുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. ഭാര്യയുടെ ഉപദേശം കണ്ടല്ല ചേർന്ന് വരേണ്ടത്, ഭാര്യയുടെ നടപ്പ് കൊണ്ട്, അവളുടെ ജീവിതം കൊണ്ട്. വീണ്ടും അടുത്ത വാക്യം, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും ആഭരണങ്ങൾ ധരിക്കുന്നതൊന്നും അല്ല അലങ്കാരം, അതല്ല ആഭരണം. ശരിയായ ആഭരണം എന്താണ്? നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, പുറമേയുള്ളതൊന്നുമല്ല. സൗമ്യതയും സാവധാനതയുമാണ് ഏറ്റവും നല്ല ആഭരണം. അത് അക്ഷയഭൂഷണമാണ്, ക്ഷയിക്കാത്ത ആഭരണമാണ്, ക്ഷയിച്ചു പോകാത്ത ആഭരണമാണ്. ഈ പൊന്നും വെള്ളിയും സ്വത്തും എല്ലാം ക്ഷയിച്ചു പോകും, എല്ലാം തീർന്നു പോകും. അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ, അതെന്താണ്? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. സൗമ്യതയും സാവധാനതയും എന്ന ആ ആഭരണമാണ് ദൈവസന്നിധിയിൽ വിലയേറിയത്. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. ദൈവത്തെ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ പണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഭാര്യമാരോട് പറയുന്ന വാക്കുകളാണ്. എന്നാൽ അവിടെ തന്നെ തുടർന്ന് ഭർത്താവിനോട് പറയുന്ന വാക്കുകൾ ഈ തിരുവചനത്തിലുണ്ട്. അത് നമുക്ക് അടുത്ത വചന ശുശ്രൂഷയെ നമുക്ക് ചിന്തിക്കാം. പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യം വരുന്നു. എന്താണ് വേണ്ടത്? കർത്താവായ യേശുവിൻ്റെ കരം രണ്ടുപേരുടെയും തലയിലുണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തലയിൽ കർത്താവിൻ്റെ തൃക്കരം ഉണ്ടായിരിക്കട്ടെ. രണ്ടുപേരുടെ ഇടയ്ക്ക് യേശു ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ ആർദ്ര സ്നേഹം രണ്ടുപേരെയും തഴുകിക്കൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ നിഷ്കളങ്ക സ്നേഹം, സ്വർഗീയ സ്നേഹം രണ്ടുപേരെയും തലോടിക്കൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ
അത്ഭുത സ്നേഹം രണ്ടുപേരുടെയും കണ്ണിലെ കണ്ണീര് തുടച്ചുകൊണ്ടിരിക്കട്ടെ. കണ്ണീര് തുടയ്ക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. രണ്ടുപേരെയും യേശു അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹീതരായ മക്കളുണ്ടാകുന്നു. ശ്രേഷ്ഠമായൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നു. ശോഭനമായൊരു ഭാവി നേടിയെടുക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷേ രോഗമുണ്ടെങ്കിലെന്ത്, ഒരുപക്ഷേ പൈസയ്ക്ക് ഞെരുക്കമാണെങ്കിലെന്ത്, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലെന്ത്, സ്നേഹമുള്ള ഒരു കുടുംബം, സന്തോഷമുള്ളൊരു കുടുംബം, സൗഭാഗ്യമുള്ള ഒരു കുടുംബം, ഐശ്വര്യമുള്ള ഒരു കുടുംബം. പ്രിയപ്പെട്ടവരെ, ഈ സ്വപ്നമാണോ? ഈ സ്വപ്നം സഫലീകൃതമാക്കണം. ഇതൊരു കേവലം ഒരു കിനാവായി നിങ്ങൾ കാണരുത്. നിങ്ങളിത് അനുഭവമാക്കിയെടുക്കണം. ഇന്നത് കേൾക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുവാനും, ഭാര്യ ഭർത്താവിനെ അനുസരിക്കുവാനും, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടുവാനും, ഒപ്പം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാനും, ഭർത്താവ് ഭാര്യയെ കരുതാനും, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കാനും, അങ്ങനെ ഏകതാനതയുള്ള ഹാർമണിയുള്ള ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബം സ്വർഗീയ സൗഭാഗ്യം കൊണ്ട് നിറയട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു കൊച്ചു കുടുംബങ്ങൾ കൊച്ചു കൊച്ചു സ്വർഗങ്ങളായി തീരട്ടെ. ദൈവം അതിന് യേശുക്രിസ്തുവിൻ്റെ അത്ഭുത കൃപയാൽ നിങ്ങൾക്ക് സാധ്യതമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ഇപ്പോൾ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് എന്നോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നാഥ, ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവൻ്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സൗഭാഗ്യം നിറഞ്ഞ ഒരു കുടുംബജീവിതം ലഭിക്കുവാൻ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശോഭനമായ ഭാവി നൽകണമേ. സ്വർഗീയ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന കുടുംബമായി ഞങ്ങളുടെ കുടുംബങ്ങൾ തീരണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ.